നൽകുന്ന വലിയൊരു സന്തോഷത്തോടുകൂടി തന്നെയാണ് അക്കാദമിയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ എടുത്തു നിൽക്കുന്നത്. എന്നിൽ നിശ്ചിതമായിരിക്കുന്നത് വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഈ മീറ്റിംഗിലേക്ക് നമ്മൾ ക്ഷണിച്ച് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജ്ഞാനായ സഭയുടെ മെത്രാപ്പൊലീത്തായ അഭിനന്ദ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയാണ് നമ്മുടെ ഈ മീറ്റിംഗിന്റെ വിശിഷ്ടാതിഥി. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല എങ്കിലും വളരെ തന്റെ ജീവിത കാലഘട്ടം മുഴുവൻ ദൈവനാമത്തെ മഹത്വത്തിനായിട്ടും ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ബിഷപ്പാണ് ഈ ഗ്രിഗോറിയോസ് തിരുമേനി. ധാരാളം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അദ്ദേഹം ഈ പ്രദേശങ്ങളിൽ വിവിധ മേഖലകളിൽ അദ്ദേഹം കൈത്താങ്ങായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്താമെന്ന് പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന് ചില തടസ്സങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ വൈകിയേ എത്തത്തുള്ളൂ. എനിവേ നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനായിട്ടും ഈ മീറ്റിംഗിന് എല്ലാ അനുഗ്രഹവും ആശംസകളും അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ടുമാണ് അഭിമന്യ തിരുമനസിനെ ഇവിടെ നമ്മൾ ക്ഷണിച്ചത്. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് ഈ അക്കാദമിയുടെ നാമത്തിലും പിന്നെ വ്യക്തിപരമായ നാമത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാസ്റ്റർ തോമസ് കുട്ടി ഒരു സഹോദരനാണ്. വേൾഡ് കൾച്ചറൽ ഫോറത്തിന്റെ തലപ്പത്ത് ഇരിക്കുന്ന അദ്ദേഹം ഈ മീറ്റിംഗിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം മഹനീയമായ സാന്നിധ്യം എടുക്കുന്നു. അദ്ദേഹത്തെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ് ഇവിടെ എത്തിയിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ വേറെ മീറ്റിംഗിൽ പോയിട്ട് വീണ്ടും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സിസ്റ്ററിനെയും അനു ജോർജ് സിസ്റ്ററിനെയും ഞാൻ തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സണെ ഈ അക്കാദമിയുടെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മീറ്റിംഗിൽ നമ്മുടെ ഈ അക്കാദമിയിൽ നിന്നും പാസ്സായി ഒരു വർഷം ഏകദേശം 40-50 കുട്ടികളൊക്കെയാണ് ഹൗസ് ബിൽഡോൺ പ്രോഗ്രാമിന് പൊക്കോണ്ടിരിക്കുന്നത്. അടുത്ത ഹൗസ് ബിൽഡോൺ പ്രോഗ്രാം ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ ജനുവരിയിലാണ്. ആ പ്രോഗ്രാമിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ റീസെന്റ് കുറച്ച് കുട്ടികൾ ജർമ്മൻ ലാംഗ്വേജ് എല്ലാ ലെവലും പാസ്സായി പോകാനായിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒക്കെ പുരസ്കാരം മൊമെന്റോ കൊടുക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ തിരുവല്ലയുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അർഷാദ് സാറിനെ ഈ മീറ്റിംഗിൽ ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഉടനെ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിനും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ മീറ്റിംഗിൽ അക്കാദമിയുടെ നെടുതൂണായി കുട്ടികൾക്ക് ജർമ്മൻ ഭാഷ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജർമ്മൻകാരിയായ ഇപ്പോൾ ഇന്ത്യക്കാരിയായിരിക്കുന്ന നമ്മുടെ ഇസ്മാമിനെ ഞാൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സാറാണ് ജോർജ് മാസ്റ്റർ, അദ്ദേഹത്തെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല എന്ന പ്രശ്നം. ഈ മീറ്റിംഗിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അക്കാദമിയിലെ എല്ലാ കുട്ടികളെയും അതുപോലെ അവരുടെ മാതാപിതാക്കളെയും എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് കിടക്കുന്നു. അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട സ്റ്റീഫൻ ബേബി അവர்களுം അദ്ദേഹത്തിന്റെ സഹോദരനും എന്നോട് വളരെ ആലോചിക്കുകയും ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് പങ്കിടുകയും ചെയ്തു. വളരെയധികം ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആയിരക്കണക്കിന് കുട്ടികൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിലേക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഏറ്റവും അംഗീകൃതമായ സ്ഥാപനമാണ് ഈ അക്കാദമി. തീർച്ചയായും ഈ നാടിന് തന്നെ അതൊരു വലിയ പ്രകാശമാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ സ്റ്റീഫൻ എന്ന പേര് തന്നെ വളരെ മനോഹരമാണ്. സ്തേഫാനോസിൽ നിന്നാണ് സ്റ്റീഫൻ എന്ന പേരുണ്ടായത്. എന്റെ തോമസ് കുന്നൂസ് എന്നാണ്. കുന്നൂസും സ്തേഫാനോസിൽ നിന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട പേരാണ്. ഓരോ പേരും ലഭിക്കുമ്പോൾ നമ്മുടെ ടീച്ചറുടെ പേരും അത് അനുഗ്രഹിക്കപ്പെട്ട പേരാണ്. ഓരോ പേരിനും അതിന്റെ അർത്ഥങ്ങളുണ്ട്. തീർച്ചയായിട്ടും അനേകർക്ക് വഴി കാണിക്കുന്ന നക്ഷത്രങ്ങളായി ഈ സ്ഥാപനത്തെ തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നത്തെ സെമിനാർ വിഷയം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സെമിനാർ എന്നുള്ളതാണ്. നമുക്കറിയാം AP അബ്ദുൽ കലാമിന്റെ അനുഭവങ്ങൾ. അദ്ദേഹം കുട്ടിക്കാലത്ത് വിവിധ യൂണിഫോം അണിഞ്ഞ് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ട് പേപ്പർ വിട്ടു നടന്ന അദ്ദേഹം വളരെയധികം ദുഃഖിച്ചു. തനിക്കൊരു ഉടുപ്പ് വാങ്ങാൻ, യൂണിഫോം വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആ കാലഘട്ടം അബ്ദുൽ കലാം പിന്നീട് പരിശ്രമത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം ടെക്നിക്കൽ ശാസ്ത്രജ്ഞനായി മാറി. പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായി മാറി. വലിയ പ്രതിഭയുള്ള ആളാണ് അദ്ദേഹം. എവിടെ ചെന്നാലും പിൻസീറ്റിൽ ഇരിക്കുന്ന കുട്ടികളെ വിളിച്ച് അവരെ മുമ്പോട്ട് വിളിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ പരിശ്രമിച്ച നമ്മൾ എത്ര പുറകിലാണെങ്കിലും നമ്മളെക്കാൾ കഴിവുള്ളവർ കാണും, മിടുക്കന്മാർ കാണും, ശക്തന്മാരായ ആളുകൾ കാണും. പക്ഷെ നമ്മൾ പരിശ്രമിച്ചാൽ ഏത് കുന്നും, ഏത് മലയും, ഏത് പർവ്വതവും നമുക്ക് കീഴടക്കാനായിട്ട് സാധിക്കും. എന്നെ കൊണ്ടൊന്നും കഴിയില്ല, എന്നെ കൊണ്ടൊന്നും പ്രാപ്തിയില്ല, എനിക്ക് പറന്നുയരാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് ചിന്ത കൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ബന്ധിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കത്തില്ല. നിങ്ങൾ ആ ചിന്തകൾ കൊണ്ടുള്ള ബന്ധനം പൊട്ടിച്ച് എന്നെ കൊണ്ട് കഴിയും, എന്നെ കൊണ്ട് സാധിക്കും, എന്റെ ദൈവം എന്നെ സഹായിക്കും, ദൈവാശ്രയ ബോധത്തോടെ നാം പരിശ്രമിക്കുന്നെങ്കിൽ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. വിവേകാനന്ദ സ്വാമികളോട് വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ വിവേകാനന്ദ സ്വാമി ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു വലിയ ഒരു പാറക്കഷണം, ആ പാറക്കഷണം ഒരു ശില്പിയുടെ കയ്യിൽ കൊടുത്തപ്പോ ആ ശില്പി തന്റെ ഉളികൊണ്ടും ആ ശില്പി തന്റെ ഉപകരണങ്ങൾ കൊണ്ടും അതിനെ മനോഹരമായ ഒരു മാലാഖയാക്കി, ഒരു നല്ല ശില്പമാക്കി മാറ്റിയെടുത്തു. ആ പാറയുള്ള കൂർത്തുമോർത്ത കല്ലുകളും പാറ കഷണങ്ങളൊക്കെ അടിച്ച് മിനുക്കി വൃത്തിയാക്കി തന്റെ ചുറ്റികൊണ്ടും ഒഴുകൊണ്ടും അതിനെ മനോഹരമായ ഒരു ശില്പിയാക്കി തീർത്തു. നല്ല വിദ്യാഭ്യാസം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള ചരിത്ര ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളിലെ അലസത, നമ്മളിലെ മുൻകോപം, ദേഷ്യം, ഇതൊക്കെ ആ ചുറ്റിക കൊണ്ടും ഉളികൊണ്ടും അടിച്ച് പൊട്ടിച്ച് മനോഹരമായ ഒരു സംസ്കാര സമ്പന്നമായ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് വളർന്നു വരാനായിട്ട് സാധിക്കണം. അതിനുള്ള പരിശ്രമം നല്ല മാതാപിതാക്കന്മാർ, നമ്മുടെ അമ്മയിൽ നിന്ന് ലഭിച്ച സംസ്കാരം, അപ്പനിൽ നിന്ന്
നാളുകളാക്കി മാറ്റും. ഒരുപാട് അറിവ് തലകൾക്ക് കയറ്റിട്ട് കാര്യമില്ല. ദൈവാശ്രയ ബോധത്തോടെ വേദപുസ്തകം പഠിപ്പിക്കുന്നതിനെയാണ് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിലെ മുഴുവൻ പുസ്തകങ്ങൾ ഒരുമിച്ച് പഠിച്ചാലും വിശുദ്ധ ബൈബിൾ വായിച്ചാലും അതിമനോഹരമായ സന്ദേശങ്ങളാണ് നമുക്കതിൽ നിന്ന് ലഭ്യമാകുന്നത്. വളരെ തിരക്കുകളുടെ നടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുണ്ട് മുഖ്യ അതിഥിയായി. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. തിരുമേനിയുടെ പ്രസംഗത്തിന് മുമ്പ് തന്നെ DSP വരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീട്ടിക്കൊണ്ട് പോയത്. ദൈവാശ്രയത്തോടെ കഠിനാധ്വാനത്തോടെ ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഉടമസ്ഥരായി മാറാൻ ഉയരങ്ങളിലെത്താൻ ദൈവത്തിന്റെ സഹായം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ പ്രിയപ്പെട്ട ഈ നാടിന്റെ തന്നെ പ്രകാശമായി ഇന്ന് മാറിയിരിക്കുന്ന നമ്മുടെ തിരുമേനിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്നത് തിരുവനന്തപുരം രാധാകൃഷ്ണനെ വിളിച്ചു പറഞ്ഞാൽ തിരുമേനിയുണ്ട്, പിന്നെ ഞാനിത് താമസിച്ച് തിരുമേനി ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത്രമാത്രം ഈ നാട്ടിലെ എല്ലാ പ്രോഗ്രാമുകളിലും നിറസാന്നിധ്യമായ എനിക്ക് മലങ്കരയിലെ യാക്കോബായ സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഏറ്റവും എല്ലാവർക്കും പ്രിയങ്കരനാണ് ഈ തിരുമേനി. ഒരു ജനകീയനായ മെത്രാപ്പൊലീത്തയാണ് തിരുമേനിയാണ് എന്നെ തിരുമേനി ഒരുമിച്ച് മക്കളായി ശുശ്രൂഷയ്ക്ക് കയറാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എന്ന് പറഞ്ഞാൽ 3 രാജ്യങ്ങളെ പ്രധാനമായി വരികയുള്ളൂ. ഒന്ന് ഗൾഫ്, അല്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ ഇംഗ്ലണ്ട്. യൂറോപ്പും മുഴുവനായിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലം മാറി. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ 3 വർഷം ഡബ്ലിനിലാണ് പഠിച്ചത്, അയർലൻഡ്. അന്ന് അവിടെ പഠിക്കുമ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഫസ്റ്റ് സെക്രട്ടറിയൊക്കെ ജനുവരി 26 ഓഗസ്റ്റ് 15 ഉള്ള സമ്മേളനത്തിൽ ചെല്ലണമെന്ന്. അന്ന് സേവൂരൂസ് തിരുമേനിയും ഷമാശനായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളെ പ്രത്യേകം വിളിക്കും. കാരണം ഫ്ലാഗ് പൊക്കുമ്പോൾ 4-5 ഇന്ത്യൻസ് എങ്കിലും അവിടെ വേണ്ടേ. അത് ഞങ്ങൾ 2 പേരും, പിന്നെ നമ്മുടെ മൂവാറ്റുപുഴയുള്ള ഒരു അച്ഛനും, അങ്ങനെ 3 പേര്, പിന്നെ ഒരു 5-6 പേര് കാണും. കാരണം അവിടെ ഒന്നും അന്ന് മലയാളികളില്ല, ഇന്ത്യൻസ് വളരെ കുറവാണ്. പക്ഷെ ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന ഗ്രാനായ സമുദായത്തിന് തന്നെ 3 പള്ളി ഡബിളിലുണ്ട്. മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ദേവാലയങ്ങൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ഇതൊക്കെ അവിടെ നമ്മളങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾ തന്നെ മാറ്റങ്ങൾ വന്നു. പക്ഷേ അധ്യക്ഷൻ ഓർപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം മൂല്യത്തിൽ ഉള്ളതായിരിക്കണം. അതായത് വാല്യൂ ഉള്ള, മോറൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതൊക്കെ ഈ അക്കാഡമിയിൽ ഇപ്പോൾ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നിടത്ത് അതൊക്കെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങൾ ബാല്യകാലത്തിലേ പഠിച്ചു വരേണ്ടതാണ്. സത്യം പറയുവാനുള്ളതായ, സത്യമേ പറയാവൂ എന്നുള്ളതായ ഒരു വലിയ, അതേ ജയിക്കുകയുള്ളൂ, സത്യമേവ ജയതേ, അതേ ജയിക്കുകയുള്ളൂ എന്നുള്ളതായ ഒരു മൂല്യം. അതാണ് അതില്ലാത്ത ഒരു സമൂഹം വളരുമ്പോഴാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന അനേക കൊലക്കുറ്റങ്ങളും അനേക അക്രമങ്ങളും ഒക്കെ കാണുന്നത്. അപ്പനെ കൊല്ലുന്ന മക്കളെ കൊല്ലുന്ന അപ്പൻ, ഒരു 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 അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെ ഇഞ്ചക്ഷന് വേണ്ടിയ ഡ്രഗിന് വേണ്ട പണമില്ലാതെ വരുമ്പോൾ അമ്മയുടെ കമ്മൽ പറിക്കുവാൻ ശ്രമിക്കുമ്പോൾ എതിർക്കുന്ന അമ്മയെ കൊല്ലുന്ന മക്കൾ. ഇതൊക്കെ വാസ്തവത്തിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഇല്ലാതെ വരികയും വളർന്നു വരുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്തതും മൊറാലിറ്റി അതില്ലാത്ത ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ അപ്പാടെ നഷ്ടപ്പെടുകയാണ്. ഇന്ന് സത്യത്തിന് ഒരു വിലയുമില്ല, ധർമ്മത്തിന് വിലയില്ല, നീതിക്ക് വിലയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്, അർഷാദ് സാർ തന്നെ ക്ഷമിക്കണം, പോലീസ് ലെവലിൽ പോലും നടക്കുന്ന വലിയ ചർച്ചകൾ, വലിയ നടപടികൾ, അതിന് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവികളെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും അനുകൂലിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനം ഇന്ന് അതൊക്കെ വന്നിരിക്കുകയാണ്.
രാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ ചോർത്തുന്ന ചാരന്മാർ നമ്മളിൽ തന്നെ ഉണ്ടാവുക. നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ മൂല്യതയെ മാറ്റുന്ന പ്രവണതകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നാം നടത്തുന്ന വിദ്യാഭ്യാസം നമുക്ക് നല്ല പൗരന്മാരെ തിരഞ്ഞെടുക്കണം. യുദ്ധം നടക്കുമ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രഞ്ചിലെ ആളുകളോട് പറഞ്ഞതാണ്, ഗിവ് മി ഗുഡ് മദേഴ്സ് സോ ദാറ്റ് ഫ്രാൻസ് ക്യാൻ ഹാവ് ഗുഡ് യൂത്ത്സ്. നല്ല മക്കളെ തരുന്ന അമ്മമാരെ എനിക്ക് വേണം. എന്തിനെന്ന് ചോദിച്ചാൽ രാജ്യത്തിന് പ്രയോജനകരമായി തീരുന്ന ധീരന്മാരായ മക്കളെ എനിക്ക് വേണം. അത് വിജയമോ തോൽവിയോ ഒന്നും നമ്മുടെ വിഷയമല്ല, ചരിത്രമല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ജർമ്മൻ ഭാഷ പഠിക്കുമ്പോൾ എനിക്കിവിടെ സന്തോഷം തോന്നി. ഞങ്ങളുടെ കൊച്ചമ്മ ക്രിസ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ജോർജിയുടെ വൈഫ് പേരെന്നോട് പറഞ്ഞെങ്കിൽ ഹനിയ അല്ലേ? യെസ്, ഐ എം റൈറ്റ്. അവരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഏറെ സന്തോഷമാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ പരീക്ഷകളൊക്കെ നടത്തുമ്പോൾ അത് ജയിക്കണം. എയും A1 B1 B2 ഒക്കെ പാസ്സായി ധാരാളം ആളുകൾ പോയി. എൻ്റെ സഹോദരൻ്റെ മകൾ പോലും വസതി ജർമ്മനിയിൽ പോയി ഈ അക്കാഡമിയിലൂടെ കടന്നു പോയതാണ്. അവരുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഇപ്പം ജർമ്മനിയിലാണ്. ഞാൻ പറഞ്ഞത്, ഇത് പഠിച്ച് എടുക്കുന്നത് ഈ ഭാഷ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിന് ഉപകാരം വേണം. പഠനകാലം വൃഥാവാകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ പഠിക്കുവാനായി നിശ്ചയിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കണം. ഒരു വിഷയത്തിലും തോൽക്കുവാനിടയാവാം. നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ B2 ലെവൽ വരെയുള്ളതായ പരീക്ഷകൾ പാസ്സാക്കി അത് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പാസ്സായി. ഇപ്പോൾ കുറേ കുട്ടികൾ ജർമ്മനിയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന സമയമാണ്. അവർക്കാണ് മെമെൻറ്റോ നൽകുന്നത്. ഇതിന് എന്തിനാണ് നിങ്ങൾ പോകുന്നത്? ഇപ്പോൾ വാസ്തവത്തിൽ കോളേജിലും സ്കൂളിലുമൊക്കെ അതിനെയൊക്കെ ഇന്ന് സർക്കാരൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല. എല്ലാവരും വിദേശത്ത് പോവുകയാണ്. +2 കഴിഞ്ഞാൽ ഉടനെ ഒന്നുകിൽ അമേരിക്കയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ UK പോകുന്നു, അല്ലെങ്കിൽ മറ്റ് ഗൾഫിലേക്കില്ല, മറ്റ് പല യൂറോപ്യൻ അമേരിക്കൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പഠിക്കാൻ പോയി. അവിടെ PR ആയി, അവിടെ സെറ്റിലായി. ഇവിടുന്ന് ആളുകൾ മാറ്റപ്പെടുന്നു. ഞാനതിനെ എൻ്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ നിരുത്സാഹപ്പെടുത്തുക ചെയ്യുന്ന അല്ല എൻ്റെ ജോലി. എന്നാൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകുന്ന നിങ്ങൾക്ക് ഒരു നല്ല ലക്ഷ്യബോധം വേണം. ഒന്ന്, ഒരു നല്ല കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഈശ്വരാനുഗ്രഹം, ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, ഇതെല്ലാം ഒന്ന് തന്നെ. ഇത് ലഭിക്കണം. ഈശ്വരാനുഗ്രഹവും ഈശ്വര സാന്നിധ്യവും ഇല്ലാതെ നിങ്ങൾ എവിടെ ചെന്നാലും നമുക്ക് വളരുവാൻ സാധ്യമല്ല. അവിടെ ഇപ്പോൾ എല്ലാ രാജ്യത്തും നമ്മളുടെ വിശ്വസിക്കുന്ന മതത്തെ ആരാധിക്കുന്നതിന്, എല്ലാ മതത്തെയും അത് പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ ഉള്ള അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു രാജ്യവും ഇന്ന് പുറത്തില്ല, അറബ് രാജ്യങ്ങൾ ചിലതൊക്കെ ഒഴിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളതായ സാഹചര്യം നമുക്ക് വരുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായി ഒരു നല്ല കുടുംബത്തെ ദൈവമേ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ആർക്കു വേണ്ടിയാണ്? ഒന്നാമത് നമുക്ക് തന്നെ. നമുക്ക് നല്ല മക്കൾ നിങ്ങൾക്ക് നടപ്പിലാക്കി അതോർത്ത് ദൈവത്തിന് സ്തുതി പാടുന്നു. ഇപ്പോൾ നമ്മുടെ DYSP സാറ് കുട്ടനാട്ടുകാരനാണ്. അശാസം ഞങ്ങളെല്ലാം കുട്ടനാട്ടുകാരാണ്. തിരുമനസും കുട്ടനാട് മാറാറാണ്. ചുരുക്കി പറഞ്ഞാൽ മിക്കവാറും എല്ലാവരും കുട്ടനാട്ടുകാരാണ്. അപ്പോൾ കുട്ടനാടിൻ്റെ ഒരു സംഗമം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. തുടർന്ന് DYSP അഷാദ് സന്ദേശം പറഞ്ഞുകൊണ്ട് നമുക്ക് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണവും ചെയ്യും. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാവരും സ്വാതന്ത്ര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ജനതയാണ് ഭാരതീയർ. എന്ത് സ്വാതന്ത്ര്യം? ഭാഷ, പദ്ധതി, എല്ലാവർക്കും സ്വാതന്ത്ര്യം. പത്രസ്വാതന്ത്ര്യം, മീഡിയ സ്വാതന്ത്ര്യം, പബ്ലിക്കിന് സ്വാതന്ത്ര്യം, പോലീസ് സ്റ്റേഷൻ കയറി അത് സ്വാതന്ത്ര്യം, എവിടെയും സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യ താല്പര്യങ്ങൾ പലപ്പോഴും വികാരം നിൽക്കുന്നത്, നിയമപരമായ തടസ്സം നിൽക്കുന്നത്, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് പോലീസാണ്. ഏത് സിസ്റ്റത്തിലായാലും ഏത് ഗവൺമെന്റിലായാലും പോലീസ് സംവിധാനത്തിന്റെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. ഇപ്പൊ ഇന്ത്യയിലെ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു ആവറേജ് സാധാരണ ജനങ്ങളെ, പ്രത്യേകിച്ച് നിയമത്തെ
ബോധ്യമുള്ളത് നിയമം അനുസരിക്കുന്നതുമായ ഒരു ജനത നമ്മൾ ഭാരതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ പോകുന്ന നൈതികപ്പെടുന്ന ബഹുഭൂരിഷ ആളുകളുടെ ആഗ്രഹങ്ങൾ എന്താണ്? നിയമം അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന, നല്ല ട്രാഫിക് റോഡുള്ള, നല്ല റോഡുള്ള, നല്ല വാഹനമൊക്കെ മേടിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുക എന്നതാണ് നൈതികതയുടെ പ്രധാന ഉദ്ദേശം. കുറച്ചുകൂടെ ജീവിതാഭിലാഷങ്ങൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. അല്ല, ഈ സാഹചര്യങ്ങളൊക്കെ അപ്പോഴും നാട്ടിൽ കിട്ടാനായിട്ട് പോകത്തില്ല. ആരും സ്വന്തം വീടും വീട്ടുകാരെയും നാട്ടുകാരെയും സ്വന്തം സൗഹൃദങ്ങളെയും ഈ കാണുന്ന ഭംഗിയാർന്ന പ്രകൃതിയെയും നാടും പുഴകളും കവിതയും ഒക്കെ ഒഴിവാക്കി ആരും പോകത്തില്ല. അപ്പൊ അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ മെച്ചപ്പെട്ട ജീവിതത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ പടിയിലേക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഞാനൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പല സുഹൃത്തുക്കളും ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി കേസിൽ പെട്ട് പുറകെ ജയിലുമായി കടന്ന് അവിടുത്തെ ജീവിതം കഷ്ടപ്പെട്ട് തിരിച്ചുള്ള ധാരാളം ആളുകൾ. അപ്പോൾ നമ്മുടെ മറ്റൊരു കാര്യം തമാശ പോയി നമ്മുടെ ശ്രീനിവാസൻ ഒരു മുറിയിൽ നിന്നുകൊണ്ട് ഇംഗ്ലാം സിന്ദാബാദ് ഇവിടെ വരുന്ന എന്താണ് ഇവിടെ കേട്ടില്ല, അറബിക്കാർ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഒത്തിരി ചിരിയുണ്ട്. ഓരോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന്റെ വ്യാപ്തി അത് കാണിക്കണം. മറ്റു തരത്തിൽ ആരെയും വിമർശിക്കാം, എവിടെ സമരം ചെയ്യാം, ഇവിടെ വരെ നല്ല കുത്തിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് പോയി, വളർന്നു ചർച്ചയ്ക്ക് പോയി. ആ വളരെ നമ്മുടെ അടുത്തുള്ള വളരില്ല, അത് പറയുന്നില്ല. വളരെ ചർച്ചയ്ക്ക് പോയപ്പോ കളക്ടറോട് ഒരാൾ പറയാണ്, സാറേ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാവരുടെ കളക്ടറിന്റെ ചെയർമാൻ കുത്തിയിരിക്കും, കളക്ടറിനെ വെളിയിറങ്ങാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ കിടന്ന് ചാടും എന്നൊക്കെ ഒരാൾ പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഈ സന്ദർഭത്തിലെ കൂടുതലാണ് അത് പറയാനൊരു സ്വാതന്ത്ര്യം ഇന്ത്യയിലേക്ക് ഉണ്ടാകത്തുള്ളൂ. വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി കളക്ടറുടെ ഭാഗത്ത് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്ത് പോയി കുത്തിയിരിക്കുന്നു പറഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം തീരുമാനമായി, അവരുടെ കുടുംബത്തിന്റെ കാര്യം തീരുമാനമായി. ഇന്ത്യക്കാരാണ് മിക്ക ദിവസം അവരുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ പൈസ കയറ്റി വീട്ടിൽ പോകുമ്പോൾ നിന്റെ രാജ്യത്ത് പോയി എന്ത് കോൺഗ്രസ് കാണിച്ചു പറയും. അപ്പൊ ഏത് രാജ്യത്ത് പോയി ജീവിച്ചാലും ആ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാനും ആ രാജ്യത്തിന്റെ ഭരണഘടനയെ ബഹുമാനിക്കാനും അവിടെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് അത് മുന്നിൽ കരുതിയേക്കണം. നമ്മുടെ സ്വാഭാവികമായ ശീലം അങ്ങനെ പലരും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനത് പരസ്പരത്തിൽ പറയുന്നത് നിങ്ങളോട് മാത്രമല്ല, നമ്മുടെ രാജ്യം മെച്ചപ്പെടാനുള്ള ഏക മാർഗത നമ്മുടെ രാജ്യത്തുള്ള മെച്ചപ്പെടാൻ നമ്മുടെ ഇവിടുത്തെ തലമുറ വരുന്ന തലമുറ നാടിനെ ബഹുമാനിക്കുന്ന, നാടിനെ നിയമപ്പോൾ ട്രാഫിക് റോഡുകൾ നിരന്തര ആക്സിഡന്റാണ്, ധാരാളം വലിക്കുന്നു. നമ്മുടെ റോഡ് അതിനുള്ള ഒരു ജനസംഖ്യാനുഗതമായ അല്ലെങ്കിൽ വാഹനത്തിന്റെ ആധിക്യത്തിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മുടെ റോഡിൽ ഉണ്ടായിട്ടില്ല. ആ റോഡിൽ കീഴിലുള്ള പ്രധാന കാരണം എന്താണ്? പടിനീള കച്ചവട സാധനങ്ങളാണ്. ഒരു റോഡിൽ 2 മീറ്റർ 3 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ വീട് കിട്ടണമെങ്കിൽ കുറെ വീടുകൾ പോകും, കുറെ കടകൾ പിടിച്ച് മാറ്റേണ്ടി വരും. അങ്ങനെ കുറെ ആളുകൾ തൊഴിൽ പോകും, അതിന് കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പോൾ ഒരു റോഡ് വൈഡിങ് എന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റ് പരിപാടിയാണ്. ഇതെന്തുകൊണ്ട് കാലാവസ്ഥമായിട്ട് മാറ്റുന്നത്? ഞാൻ എതിർച്ചിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളിൽ സെൻട്രൽ ചെയ്ത് 9 മീറ്ററാണ് വൈഡ് ചെയ്ത് 6 മീറ്റർ കേട്ടാം. 9 മീറ്റർ വെച്ചിരിക്കുന്നത് സെൻട്രൽ 9 മീറ്റർ ഇൻസ്റ്റേറ്റ് ടോട്ടൽ 18 മീറ്റർ. അപ്പൊ ഈ 18 മീറ്റർ കൈകാര്യം എത്തുന്നത്. എന്നാൽ ഒരു കണ്ടീഷനോടെ ചെലവ് ചോദിക്കും, ഗവൺമെന്റ് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് സ്വന്തം ചെലവിൽ കൊടുത്തു കൊടുക്കാം. ഇത് ആദ്യം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇന്ത്യ 1947 കാലഘട്ടത്തിൽ തന്നെ ഈ റോഡിൽ ഇത്ര വീതി വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷി നമ്മുടെ ഭാഗത്ത് ഇല്ലാതെ പോയി തിരിച്ചു പറയുന്നില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ റോഡ് വികസനത്തിലെ ബാധിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ബെറ്റർ ലൈഫ് വേണ്ടി പോകുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു സന്തോഷം എനിക്കുണ്ട്. നമ്മുടെ കാനഡയില് ഇന്ത്യൻ പതാക ചവിട്ടി പിടിക്കുന്നുണ്ട്. എവിടെയായാലും ആസ് ആൻ ഇന്ത്യൻ ആസ് എ പോലീസ് ഓഫീസർ ഇന്ത്യൻ പതാക ചവിട്ടുന്നതാണ് എനിക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ആർക്കും സൈക്കിളില്ലാതെ ശ്രമിച്ചു. അപ്പൊ ജസ്റ്റിൻ ട്രൂഡോയോട് ഞാനൊരു മനസ്സിൽ പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് പറഞ്ഞതാണ്, ജസ്റ്റിൻ ട്രൂഡോ ആണല്ലോ പ്രധാനമന്ത്രി. ഞാൻ എന്റെ മനസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പൊ വിവേക് രാമസ്വാമി ഉണ്ട്, നമ്മുടെ ഋഷി സുനക് ഉണ്ട്, കമല ഹാരിസ് ഉണ്ട്, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ തലത്തിലുള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സിംഗപ്പൂർ പ്രധാനമന്ത്രി അങ്ങനെ മൗറീഷ്യസ്, പല രാജ്യങ്ങളിൽ ഇന്ത്യ റോജിനായിട്ടുള്ള ഒരു പ്രസിഡന്റ് പ്രധാനമന്ത്രിയൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇന്ന് സ്റ്റിൽ. അപ്പൊ ഞാൻ ജസ്റ്റിനോട് മനസ്സിൽ ചിന്തിച്ചത്, ഞാൻ പറഞ്ഞത് ജസ്റ്റിനോടോ ഈ ചെറിയ വിളിക്കോ ഭാവിയിലെ കാനഡയിലും ഇന്ത്യക്കാർ പ്രധാനമന്ത്രിയായിട്ട് വരും. നിങ്ങളോടുള്ള സെഷൻ അതിനാണ്. നിങ്ങൾ ഏത് രാജ്യത്ത് വരും? ഭാവിയിലെ ജർമ്മൻകാർ വിളിക്കൊണ്ട് ജർമ്മനിയിലെ പ്രധാനമന്ത്രിയായിട്ട് വരാനായിട്ട് അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ജർമ്മൻ പ്രസിഡന്റ് ജർമ്മൻ പ്രധാനമന്ത്രി ആകുന്ന തരത്തിലോട്ട്
അവിടെ പോയി ചെറിയ ജീവിതം നടത്തുന്നതിൽ ഇവിടെ യാത്രയല്ല, വലിയ വലിയ ലക്ഷ്യങ്ങൾ തേടി വലിയ വലിയ ഒരു യാത്രയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ. അപ്പം നമ്മുടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യൻ ഒറിജിനുള്ളവർ ഭരിക്കുന്ന ഒരു കാലം. നമ്മുടെ മഹാബലിയുടെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വാമനന്റെ അന്നത്തെ ഓണത്തിന്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ പോലെ എന്റെ സ്വപ്നം അതാണ്. ലോകത്തിലെ എല്ലാ പ്രമുഖ രാജ്യങ്ങളും ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരു കാലം. അപ്പോൾ ലോകാസമസ്ത സുഖികൾ തോന്നുന്നു. നല്ല ഓണാശംസകൾ. മൊമെന്റോ കൊടുക്കാനായിട്ട് ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ മൊമെന്റോ കൊടുക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് റീസെന്റ് കഴിഞ്ഞ മാസം വന്ന റിസൾട്ടിലൊക്കെ ഏകദേശം 80% മാർക്ക് വാങ്ങിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ ആയിട്ട് തന്നെ പാസ്സായി. ഈ ജനുവരിയിൽ ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. അതിൽ 30 പേരോടുണ്ട്. അതിലെല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവരായതുകൊണ്ടാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തത്. എങ്കിൽ എറണാകുളം പേരിലുള്ള കുറച്ച് കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ വന്നിട്ടുണ്ട്. അവർ ഇവിടെ നിന്ന് വേഗം മുന്നോട്ട് വരിക. സാറിന് ചെറുതത്തിലുള്ളതുകൊണ്ട് അത്ര വേഗം നിന്ന് കടന്നു വരിക. സാറിന് നിങ്ങൾക്ക് ഒരു മൊമെന്റോയും സർട്ടിഫിക്കറ്റും ഒക്കെ തരുന്നതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കണം എന്തിനാ മലയാളികൾ ഈ ഓണം ആഘോഷിക്കുന്നത്. അതിന് ഒരു പ്രധാന കാരണമാണ് എനിക്ക് മനസ്സിലാകുന്നു. ഇതൊരു ബന്ധമാണ്. നാടും കൂടെയുള്ള ബന്ധം, നാട്ടുകാരും കൂടെയുള്ള ബന്ധം, മനുഷ്യന്മാരെ തമ്മിലുള്ള ബന്ധം. അത് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ അതും ആഘോഷിക്കുന്നുണ്ട്, ബന്ധങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ജർമ്മനിക്ക് പോകുന്ന ജർമ്മൻ സംസാരിക്കുന്ന കൺട്രീസിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഈ ഓണം ട്രഡീഷനും ഈ ഓണാഘോഷങ്ങൾ, ഓണം സെലിബ്രേഷനുകൾ, സംസ്കാരങ്ങൾ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ. കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഈ ആഘോഷത്തിന്റെ സന്തോഷവും ഈ ആഘോഷത്തിന്റെ ബന്ധവും മലയാളികളുടെ കമ്മ്യൂണിറ്റി ഉള്ളിൽ മാത്രം ആഘോഷിക്കേണ്ട, പക്ഷെ നിങ്ങൾ ജർമ്മനിയിലെ ജർമ്മൻകാരോട് ഈ ട്രഡീഷൻസ് ഒക്കെ അറിയിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം, ഇവരെ ഇതിലേക്ക് സന്ദേശിക്കണം. പിന്നെ മഹാബലി രാജാവിന്റെ വലിയ സ്പിരിറ്റ്, ഇത്തരം ഒരു സ്നേഹമുള്ള മനോഹരമായ ഒരു രാജാവായിരുന്നു. ആ ഓർമ്മയിൽ നിങ്ങൾ ഓണം ഒരു വലിയ ഭാഗമായിട്ട് ഇപ്പൊ വെളിയിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ ഒരിക്കലും അതിന്റെ ഒറിജിൻ മറക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും ഇത് നാടുകൂടെ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ള പ്രത്യേകമായിട്ട് വാല്യൂസോട് നമ്മൾ ഓണത്തിൽ ഓർക്കുമ്പോൾ ആ വാല്യൂസ് പുറത്തോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഈ ചെറിയ സ്പീച്ചിൽ കൂടെ ഞാൻ നിങ്ങളെ എല്ലാവർക്കും ഓണാശംസകൾ പറയുന്നുണ്ട്. ഹാപ്പി ഓണം. ആൻഡ് ഷുവർ ഓണം ഫെസ്റ്റ് ആശംസകൾ. അധ്യക്ഷൻ വേൾഡ് ലിറ്ററേച്ചർ ഫോറം ദേശീയ പ്രസിഡന്റ് പാസ്റ്റർ തോമസ് കുട്ടി കുണ്ടൂസ്, പുരസ്കാര വിതരണം നടത്തുന്ന ബഹുമാനപ്പെട്ട തിരുവല്ല ഡിവൈഎസ്പി അഷാദ് സാർ, സ്വാഗതം ആശംസിക്കുന്ന നമ്മുടെ അക്കാദമി ഡയറക്ടർ സ്റ്റീഫൻ ബേബി സാർ, മുഖ്യാതിഥി തിരുവല്ല മുനിസിപ്പൽ ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീമതി അനു ജോർജ്, ആശംസാ പ്രസംഗം. 4 വർഷമായിട്ട് നാട്ടിലുണ്ട്. എന്റെ പേരൻസിനെ നോക്കണം. അതൊക്കെ വലിയ
ദൈവത്തിന്റെ അനുഗ്രഹത്തോടൊപ്പം എന്റെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും സഹകരണമാണ് ഇതിനെ ഈ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുവാൻ ആക്കി തീർത്തത്. ഞാൻ ആദ്യം നന്ദി പറയുന്നത് നമ്മളുടെ അധ്യക്ഷനാണ്. അടുത്തതായിട്ട് ഞാൻ ഇവിടെ നന്ദി പറയുന്നത് സ്വാഗത പ്രസംഗം പറഞ്ഞ നമ്മുടെ സ്റ്റീഫൻ സാറാണ്. അടുത്തതായിട്ട് അഭിമന്യ പിന്നീട് നമ്മൾ